പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ മോണിറ്റർ എടുക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം 11,000 രൂപയുടെ അറൗണ്ട് 11,000 രൂപക്ക് കിട്ടാൻ പറ്റുന്ന ഒരു 24 ഇഞ്ചിൻ്റെ ഒരു IPS 75 ഹെർട്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി മോണിറ്ററാണിത്. ഈ ഒരു AOCയുടെ ഒരു മോണിറ്ററിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഒരു ക്വിക്ക് ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ, ഇത് എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇത് വേർത്തിട്ടാണോ എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ PC എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഒരു ഇതായിട്ടുള്ളൊരു സംഭവം, ഒരു ഷോർട്ടേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് മോണിറ്റർ. കാരണം 8,000 രൂപക്കൊക്കെ കിട്ടിയിരുന്ന 22 ഇഞ്ച് മോണിറ്റേഴ്സിനൊക്കെ കിടക്കുന്നത് 9, 10ഒക്കെയാണ്. അപ്പോൾ 11-ന് 24 ഇഞ്ചിൻ്റെ ഒരു IPS AOCയുടെ മോണിറ്റർ കിട്ടുമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നൈസാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കേണ്ട, അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു അൺബോക്സിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ AOCയുടെ 24 ഇഞ്ചിൻ്റെ 24B2XH എന്ന് പറയുന്ന AOCയുടെ 24 ഇഞ്ച് മോണിറ്റർ. ഇതൊരു B2 സീരീസിൽ വരുന്ന മോണിറ്ററാണ്. B2 സീരീസ് ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു മോണിറ്ററാണ്. അതിന് തന്നെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞ് തന്നെ തുടങ്ങാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,000 ആ റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ നോക്കാം. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 23.8 ഇഞ്ചാണ്. ഏകദേശം 24 ഇഞ്ചിൻ്റെ ആ ഒരു സീരീസിൽ വരും ഇത്. പിന്നെ ഇതിൻ്റെ പാനൽ ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ IPS ടെക്നോളജിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 75 ഹെർട്സ് വരെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 8 ms ആണ്. ഓക്കെ, അവിടെയാണ് ഇതിൻ്റെ ബേസിക് സ്പെസിഫിക്കേഷനിൽ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് വരുന്നത്. എല്ലാ മോട്ടോഴ്സിലും ഡിഫാൾട്ട് ആയിട്ട് വരുന്നത് 5 ms 1 ms ഒക്കെയാണ്. 1 ms ഒക്കെ ഉള്ളത് ലോ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു റേഞ്ചിന് വരുന്നത്. 5 ms ആണ് സാധാരണ വരാറ്, പക്ഷേ ഇതിന് 8 ms ആണ് വരുന്നത്. അത് ജസ്റ്റ് ഒരു ഡ്രോബാക്കായി തോന്നി. എന്നാലും നമുക്ക് നോർമൽ യൂസേജിലും അതുപോലെ തന്നെ ഗെയിമിങ്ങിലാണെന്നുണ്ടെങ്കിലും വലിയൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു നോർമൽ യൂസേജിന് ഡിഫറൻസ് തന്നെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് ഗെയിമിംഗ് എടുത്തിട്ട് ഒരു സ്പോർട്സ് ലെവലിലൊക്കെ കളിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവർ ഈ ഒരു മോണിറ്റർ എടുക്കാനും നിൽക്കില്ല, കുറച്ചുകൂടെ കൂടിയ മോണിറ്റർ എടുക്കുകയുള്ളൂ. അത് അവർക്ക് അത്യാവശ്യം നല്ല മൗസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു PC ഒക്കെ ആകുമ്പോൾ പിന്നെ ഈ ഒരു 11,000 ബഡ്ജറ്റ് സീരീസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു നോർമൽ യൂസേജിന് ഈ ഒരു 8 ms ഓക്കെയാണ്. ഓക്കെ, വലിയൊരു സീനായിട്ട് ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത് 250 nits ആണ് ഇതിൽ വരുന്നത്. ബ്രൈറ്റ്നസ് പിന്നെ വലിയൊരു ബ്രൈറ്റ്നസ് ഇല്ലെങ്കിലും വലിയ സീനില്ല. ഇത് ഔട്ട്ഡോർ വല്ല യൂസ് ചെയ്യാൻ പോകുന്നില്ല, കൂടി പോയ ഹാളിൽ. അതുകൊണ്ട് ബ്രൈറ്റ്നസ് ലെവലിനെ കുറിച്ച് നമ്മൾ വലുതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിൽ AMDയുടെ ഫ്രീസിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലിക്കർ ഫ്രീ ആണ്. ഐ പ്രൊട്ടക്ഷൻ മോഡ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റിക്കായിട്ട് നൽകിയിട്ടുള്ള പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് 5 വോൾട്ടിൻ്റെ ഒരു പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു HDMI പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു D sub പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് VGA കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. 3.5 mm ഒരു ജാക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഹെഡ്സെറ്റും അതുപോലെ തന്നെ സ്പീക്കേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ മോണിറ്ററിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാം. മെയിനായിട്ട് യൂസ് വരുന്നത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവും. ഇനി ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി ഡിസൈനാണ്. അത്യാവശ്യം തിന്നായിട്ടുള്ള ബസിൽസ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഇതുണ്ട്. എന്നാലും സാംസങ് മോണിറ്റേഴ്സിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറവാണ്. ഓക്കെ, ഇത് നടുക്കായിട്ടൊരു AOC ബ്രാൻഡിങ്ങും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. എക്സ്ട്രീം എന്നൊന്നും പറയാൻ പറ്റില്ല, ആവറേജ് ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബേസിൻ്റെ കാര്യം പറയാനായിട്ടുള്ള ഭയങ്കര ഈസി ഇൻസ്റ്റാളേഷനാണ്. അതായത് സാംസങ്ങിൻ്റെ മോണിറ്റേഴ്സും LGയുടെ മോണിറ്റേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രൂ ഒക്കെ ചെയ്ത് പണിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അത്ര പണിയൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ബേസ് ഇവിടെ വെക്കുക, മോണിറ്റേഴ്സ് ജസ്റ്റ് അതിൻ്റെ മേലെ എടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വാൾ മൗണ്ടബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോണിറ്റർ ആംസ് ഒക്കെ യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള മെറ്റീരിയൽസ് ഒന്നും ഈ ഒരു ബോക്സിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചെറുതായിട്ട് ടിൽറ്റ് ചെയ്യാനും പറ്റും. ടിൽറ്റ് മീൻസ് വലിയ രീതിയിൽ നിങ്ങൾക്ക് ടിൽറ്റ് ചെയ്ത് മലത്തി വെക്കാനൊന്നും പറ്റില്ല. വ്യൂവിങ് ആംഗിളിനനുസരിച്ച് കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ രീതിയിൽ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഇത് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കളേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആയിട്ടുള്ള കളേഴ്സിനെ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പ്രോപ്പറായിട്ട്. ബ്ലാക്ക് ആയിട്ടുള്ളതിനൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കളർ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഇതിന്റെ കളർ റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ കളർ അക്യുറൻസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കളർ അക്യുറൻസി തന്നെയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് SRG
1GB സർട്ടിഫൈഡ് ഒന്നുമല്ല, അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു കളർ അക്യുറൻസി തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസെൻറ്റ് ഇനഫ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. ഞാൻ പബ്ജി അതുപോലെ തന്നെ വോളറന്റ് പോലുള്ള ഗെയിംസ് ഒക്കെ കളിച്ച് നോക്കി, അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഇത് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മോണിറ്ററിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല, എത്ര PPI ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആമസോണിൽ തന്നെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒരു സാധാരണക്കാരൻ ഇത് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇത് എങ്ങനെയുണ്ട് ഈ സാധനം എന്ന് അറിയാനായിട്ട് റിയൽ റിവ്യൂ കാണണം. അതിന് നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ 100% കൺസിഡർ ചെയ്യാം. കാരണം ഞാൻ അതിൽ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞത്. AOC എനിക്കിത് സ്പോൺസർഷിപ്പിനായിട്ട് തന്നൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം തന്നെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും PC എടുക്കാനോ മോട്ടോഴ്സ് എടുക്കാനോ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക്, Instagram ID, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബഡ്ജറ്റ് സീരീസ് PCs ഒക്കെ ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.